ഹലോ ഗൈസ്, അപ്പം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഓൺലൈൻ ബുക്കിംഗ് വഴി ബുക്ക് മൈ ഷോ ആപ്പിൽ തിയേറ്ററുകളിലേക്ക് സീറ്റുകൾ ബുക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ബുക്ക് മൈ ഷോ എന്നാണ്. പ്ലേ സ്റ്റോറിൽ പോയി അതാദ്യം ഡൗൺലോഡ് ചെയ്യുക. സെർച്ച് ബാറിൽ ബുക്ക് മൈ ഷോ എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും തുറന്നു വരിക. അവിടെ എൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പൂർണ്ണാട്ടരയാണ്. നിങ്ങളുടെ ലൊക്കേഷൻ വേറെയാവും. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ് അതുമ്മേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓട്ടോ ഡിറ്റക്ട് മൈ ലൊക്കേഷനുമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൊക്കേഷൻ ഇവർ തന്നെ ക്യാച്ച് ചെയ്ത് അപ്ഡേറ്റഡ് ആക്കും. എന്നിട്ട് ഇഷ്ടമുള്ള ഫിലിം ചൂസ് ചെയ്യുക. എനിക്കിവിടെ ആവശ്യം ദൃശ്യം 3 കുറേ സിനിമകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് ദൃശ്യം 3 ആവശ്യം. സെലക്ട് ചെയ്യുക. 4 ട്രെയിലേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. 4 ഡിഫറെൻറ്റ് ലാംഗ്വേജസിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണാം. ബുക്ക് ടിക്കറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. 2D എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഡേറ്റ് ഫിക്സേഷൻ മേലെയാണ് വരുന്നത്. എനിക്ക് ആവശ്യം സൺഡേ മെയ് 24 സൺഡേ ആണ് ആവശ്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാനിവിടെ ആ ഡേറ്റാണ് ചൂസ് ചെയ്യുന്നത്. തിയേറ്ററുകൾ ആവശ്യമായി വരുന്നത് ഇവിടെയാണ് കാണിക്കുക. ഇവിടെ സമയം ആണ് കൃത്യമായിട്ട് കാണിക്കുക. പിന്നെ ക്യാൻസലേബിളുള്ള തിയേറ്ററിൽ അത് കൃത്യമായി എഴുതി കാണിക്കും. നോൺ ക്യാൻസലേബിൾ എന്ന് കാണിച്ചാൽ അവിടെ ക്യാൻസലേഷൻ ഇല്ല. അറിയാതെ എങ്ങനെ ബുക്ക് ചെയ്താൽ റീഫണ്ട് പൈസ കിട്ടില്ല. ക്യാൻസലേബിൾ അവൈലബിൾ എന്ന് കാണിക്കുന്ന സ്ഥലത്ത് പൈസ കിട്ടും. അത് ഫുള്ളായിട്ട് കിട്ടുന്നില്ല, കുറച്ച് അവർ പിടിച്ചെടുക്കും. 3/4 ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ ശോഭയിൽ ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള തിയേറ്റർ ഇവിടെ സവിതയാണ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയിട്ട് സ്ക്രോൾ ചെയ്ത് കണ്ടില്ലെങ്കിൽ സെർച്ച് ബാറിൽ പോയി തിയേറ്ററിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സവിത എന്ന് സെലക്ട് ചെയ്യുമ്പോൾ 4 ഷോകളാണ് അന്നേ ദിവസം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. എനിക്കിവിടെ 9 ആവശ്യം. അപ്പോൾ ആ ടൈം ഞാൻ ചൂസ് ചെയ്യുകയാണ്. എത്ര പേരാണോ സിനിമ കാണാൻ പോകുന്നത് അത്രയും പേർക്കുള്ള ടിക്കറ്റ് ഇവിടെ ചെയ്യുക. എനിക്കിവിടെ 2 ആവശ്യം. നിങ്ങൾക്ക് 6, 7, 8 ഒക്കെ ചെയ്യാം. എനിക്ക് 2 പേരാണ് ആവശ്യം. സെലക്ട് സീറ്റ്സ് എന്ന് കൊടുക്കുക. ഇവിടെ റെഡ് കളറിൽ കാണിച്ച സ്ഥലങ്ങളൊക്കെ ബുക്ക്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ വെള്ള, വൈറ്റ് ഓർ ഗ്രീൻ കാണിക്കുന്നതാണ് ബുക്ക്ഡ് ആവാത്ത സ്ഥലങ്ങൾ. അവിടെ പോയിട്ട് ആവശ്യമുള്ള ക്ലിക്ക് ചെയ്യാം. എനിക്കിപ്പോൾ N4 ആൻഡ് N5 ആണ് ആവശ്യം. എന്നിട്ട് പേ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ പേ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ GPayയിൽ പൈസ ഇല്ല, അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. തുടർന്ന് ഓക്കെ അങ്ങനെ ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ടിക്കറ്റ് ബുക്കാകും. അപ്പോൾ അവർ ഫൈൻഡ് വെന്യൂ ഒക്കെ കാണിച്ചു തരും. ആ തിയേറ്ററിലേക്ക് പോകേണ്ട മാപ്പ് അവർ കാണിച്ചു തരും. അങ്ങനെയാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.